നമസ്കാരം. പാലക്കാട് UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയെ CPM നേതാവ് ഡോക്ടർ തോമസ് ഐസക് കോമാളി എന്ന് വിളിച്ചിരിക്കുന്നു. അതായത് ഒരു കോമാളിയെ പിടിച്ച് UDFന്റെ സ്ഥാനാർത്ഥിയാക്കി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ജയിക്കാൻ എന്നുള്ളതാണ് ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ ചോദ്യത്തിൻ്റെ പൊരുൾ. അതിനർത്ഥം രണ്ടായാലും ശോഭാ സുരേന്ദ്രൻ അവിടെ ജയിക്കും എന്നുള്ളതാണ്. മാത്രവുമല്ല, LDF സ്ഥാനാർത്ഥി അവിടെ പരാജയപ്പെടുകയും ചെയ്യും. ഇതാണ് യഥാർത്ഥ ഡീൽ എന്ന് പറയുന്നത്. വളരെ ഒരു ഭംഗിയോടുകൂടി നിർദോഷമായി, എന്നാൽ എതിർപാളയത്തിലുള്ളവരെ ആക്രമിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന നടത്തുന്നു. ഈ പ്രസ്താവനയിലൂടെ ശരിക്കും ആരാണ് അവിടെ ജയിക്കാൻ പോകുന്നത് എന്നാണ് തോമസ് ഐസക് ഉദ്ദേശിച്ചതും LDFും അഥവാ CPMും BJPയും തമ്മിലുണ്ടാക്കിയിരിക്കുന്ന ഡീലിൻ്റെ അത് പ്രായോഗികമാക്കി വരുത്തുന്നതിൻ്റെ ഓരോ ഘട്ടമാണ് നമ്മൾ ഇതിലൂടെ കാണുന്നത്. അതുകൊണ്ട് വളരെ നിർദോഷമായിട്ട്, നിഷ്കളങ്കമായിട്ടോ അതല്ലെങ്കിൽ ഡോക്ടർ തോമസ് ഐസക്കിന് സംഭവിച്ച ഒരു നാവ് പിഴയായിട്ടോ ഒരു പെട്ടെന്നുള്ള പ്രതികരണമോ ഒന്നുമല്ല. അങ്ങനെയുള്ള കമൻറ്റുകളൊന്നും വരുന്ന നാവല്ല ഡോക്ടർ തോമസ് ഐസക്കിൻ്റേത്. ഇത് വ്യക്തമായ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. മാത്രവുമല്ല, ഇതിൽ UDFും യഥാർത്ഥത്തിൽ പാലക്കാട്ട് നിയോജക മണ്ഡലത്തിൽ തോൽവി മുൻകൂട്ടി സമ്മതിച്ചതുപോലെയാണ് അവരുടെ പല നിലപാടുകളും പ്രതിപക്ഷ നേതാവിൻ്റെ അടക്കമുള്ള ചില പ്രസ്താവനകളും ഒക്കെ സൂചിപ്പിക്കുന്നത്. ഇത് എല്ലാം വിരൽ ചൂണ്ടുന്നത് വരുന്ന തെരഞ്ഞെടുപ്പിൽ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന ഒരു തൂക്കു മന്ത്രിസഭയെ കുറിച്ചിട്ടുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. ഇവിടെ ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ ഈ പ്രതികരണത്തിൽ രമേശ് പിഷാരടി നടത്തിയിരിക്കുന്ന ഒരു പ്രതികരണമുണ്ട്. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുമാണ്. ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ അത്രയും അനുഭവ പരിചയമോ പ്രായമോ അതേപോലുള്ള തന്നെ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഔന്നത്യമോ ഒന്നും യഥാർത്ഥത്തിൽ രമേശ് പിഷാരടിക്ക് അവകാശപ്പെടാനില്ല. അതേസമയം അദ്ദേഹം പറഞ്ഞത് തൻ്റെ സംസ്കാരം, ഒരു കലാകാരൻ എന്ന നിലയിൽ 26 വർഷമായിട്ട് കേരളത്തിലെ കുടുംബ സദസ്സുകളെ ആസ്വദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കലാകാരൻ എന്ന നിലയിൽ തനിക്ക് അതേ നാണയത്തിൽ ഡോക്ടർ തോമസ് ഐസക്കിനോട് പ്രതികരിക്കാൻ തൻ്റെ സംസ്കാരം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് കേരളം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഡോക്ടർ തോമസ് ഐസക്കിനെ പോലെ ഒരു അക്കാഡമീഷ്യൻ, പ്രായം കൊണ്ട് തന്നെ ഏതാണ്ട് 70 വയസ്സ് പൂർത്തിയാക്കിയ വ്യക്തി, മന്ത്രിയായിരുന്ന വ്യക്തി, ബുദ്ധിജീവി, താത്വിക വിശകലന വിദഗ്ധൻ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അലങ്കാരങ്ങൾ ഉള്ള യോഗ്യതകൾ അവകാശപ്പെടുന്ന ഡോക്ടർ തോമസ് ഐസക് ഒരു കലാകാരനെ ഇങ്ങനെ അധിക്ഷേപിക്കുമ്പോൾ യഥാർത്ഥത്തിൽ രമേശ് പിഷാരടി പറഞ്ഞതുപോലെ CPMൻ്റെ തന്നെ ചരിത്രത്തെ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തെ തന്നെ ഡോക്ടർ തോമസ് ഐസക് മറന്നു കളയുകയാണ്. കാരണം നാടകത്തിലൂടെയാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇത്രയധികം വേരോടിയത്. എല്ലാവർക്കും അറിയാവുന്നതാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന തോപ്പിൽ ബാസിയുടെ നാടകം. അതായത് കലയുമായി ഒരു പ്രസ്ഥാനത്തെ, രാഷ്ട്രീയത്തെ ബന്ധിപ്പിച്ച് രാഷ്ട്രീയത്തെ ഇത്രയധികം വ്യാപിപ്പിച്ച ഒരു സംഘടന അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ വേറെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധി കൂടിയായ ഡോക്ടർ തോമസ് ഐസക് രമേശ് പിഷാരടിയെ കുറിച്ച് നടത്തിയ ഈ ഒരു പ്രസ്താവന കലയോടുള്ള CPMൻ്റെ ഒരു സമീപനം കൂടിയാണ് കാണിക്കുന്നത്. അതായത് തങ്ങൾക്ക് അനുകൂലമല്ലാത്തവരെ എല്ലാവരെയും അധിക്ഷേപിക്കുക, ചെറുതാക്കി കാണിക്കുക, മോശക്കാരാക്കി കാണിക്കുക, മറ്റുള്ളവരെ മോശമാക്കി കാണിച്ചുകൊണ്ട് തങ്ങളുടെ തിളക്കം കൂട്ടുന്ന ഒരു സംസ്കാരത്തിൻ്റെ പ്രതിഫലനം കൂടിയാണ് ഡോക്ടർ തോമസ് ഐസക്കിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് നമ്മളൊരു രാഷ്ട്രീയ വിഷയമായിട്ട് പോലും ഇതിനെ കാണുന്നതിനുപരിയായിട്ട് ഒരു സാംസ്കാരിക വിഷയമായിട്ടാണ് കേരളം ഇതിനെ കാണേണ്ടത്. അത് രമേശ് പിഷാരടിയുടെ മറുപടിയും അതിന് നമ്മളെ സഹായിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമുകളെല്ലാം തന്നെ വളരെ ആസ്വാദ്യകരമാണ്, ഹാസ്യാത്മകമാണ്, രസിപ്പിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ വൈകൃതമോ അതല്ലെങ്കിൽ
അശ്ലീല പദപ്രയോഗങ്ങളോ കുടുംബ സദസ്സിന് അരോചകമായ രീതിയിലുള്ള ഒന്നും തന്നെ രമേശ് പിഷാരടി തൻ്റെ പരിപാടിയിൽ അവതരിപ്പിക്കാറില്ല. അദ്ദേഹം സിനിമയിൽ വളരെ സജീവമായിട്ടുള്ള വ്യക്തിയാണ്. 2 സിനിമ അദ്ദേഹം എഴുതി സംവിധാനം ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെയുള്ളൊരു കലാകാരനെ യഥാർത്ഥത്തിൽ നമ്മളുടെ സമൂഹം ആദരിക്കേണ്ട ഒരു കടമ ഓരോ വ്യക്തിക്കുമുള്ളതാണ്. അവിടെ ഈ ഹാസ്യം അല്ലെങ്കിൽ ഹാസ്യമായ ഒരു രംഗങ്ങൾ അല്ലെങ്കിൽ ഹാസ്യമായ സന്ദർഭങ്ങൾ ചിത്രീകരിക്കുക എന്ന് പറയുന്നത് ഒരു കലാകാരനെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. കാരണം സാധാരണ ഒരു കഥാപാത്രത്തേക്ക് ഒരുവിധം അഭിനയശേഷിയുള്ള വ്യക്തികൾക്കൊക്കെ അത് അഭിനയിച്ച് ഫലിപ്പിക്കാൻ പറ്റും. പക്ഷേ ഹാസ്യാത്മകമായ സംഗതികൾ എഴുതുക, അത് അതേപടി അവതരിപ്പിക്കുക, അതോടൊപ്പം തന്നെ ലൈവ് ഷോകളിൽ സംഭാഷണ മധ്യേ വരുന്ന സന്ദർഭങ്ങളെ അതിമനോഹരമായി പുതിയ മുഹൂർത്തങ്ങളാക്കി വിടർത്തിയെടുക്കുക, ഇതൊക്കെ ഒരു വ്യക്തിയുടെ കലാപരമായ കഴിവുകളുടെ പ്രകാശനം കൂടിയാണ്. അപ്പോൾ ആ നിലയ്ക്ക് രമേശ് പിഷാരടി ഒരു ബഹുമാന്യത അർഹിക്കുന്ന നമ്മുടെ കലാകാരനാണ്. ഇങ്ങനെയുള്ള കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കേണ്ടതും ആവശ്യമാണ്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ ഡീലിൻ്റെ CPM-ഉം BJP യും തമ്മിലുള്ള വ്യക്തമായ ഡീലിൻ്റെ അതിൻ്റെ ഒരു പ്രായോഗികമായ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സുപ്രധാനമായ ചുവടുവെപ്പാണ് ഡോക്ടർ തോമസ് ഐസക് നടത്തിയിരിക്കുന്നത്. കാരണം ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ ഈ ഒരു പ്രസ്താവന കേരളം ശ്രദ്ധിക്കാതിരിക്കില്ല, അതേപോലെ മാധ്യമങ്ങൾ ശ്രദ്ധിക്കാതിരിക്കില്ല എന്നൊക്കെ എല്ലാവരേക്കാൾ നന്നായിട്ട് അറിയാവുന്ന വ്യക്തി ഡോക്ടർ തോമസ് ഐസക്കാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ബോധപൂർവം തന്നെ ശോഭാ സുരേന്ദ്രൻ എന്ന BJP സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി തന്നെ നടത്തിയ ഒരു പ്രസ്താവനയാണ്. ഒരു കോമാളിയെ പിടിച്ച് പാലക്കാട്ട് നിർത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ജയിക്കാൻ കഴിയുക എന്നുള്ള ചോദ്യം.